ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചിക്കൻ മോമോസ് എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ ഇത് ചിക്കൻ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ, എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതൊരു കപ്പ് കേട്ടോ. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കപ്പ് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തത്, ഒരു കപ്പ് കാബേജ് ചോപ്പ് ചെയ്തത്, ഒരു കപ്പ് ഓണിയൻ, ഇനി 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിൽ ഇളക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മൂടി മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് മൈദ മാവെടുത്ത്, കുറച്ച് പറഞ്ഞാൽ ഒരു കപ്പ് മൈദ മാവെടുത്ത് അതിലേക്ക് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ, അതേപോലെ നമുക്കൊന്ന് കുഴയ്ക്കാം കേട്ടോ. നല്ലോണം അങ്ങോട്ട് കുഴയ്ക്കുക, നല്ല സോഫ്റ്റ് ആവണ വരെ കുഴയ്ക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി അത് നമുക്കൊന്ന് വലുതാക്കി ഒന്ന് പരത്തി എടുത്തിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കാം. എന്തെങ്കിലും മൂടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പരത്തിയിട്ട് തന്നെ റൗണ്ട് ഷേപ്പ് ആക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, ആ കൂട്ട് ഇതിലേക്കൊന്ന് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. മോമോസിൻ്റെ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അത് എല്ലാം ഇതേപോലെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ട് അത് തട്ടിലേക്ക് നമുക്കിത് ആവി കയറ്റാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് വേഗം കേട്ടോ. വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണേ. താങ്ക് യു.